മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം ആവർത്തിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കണ്ണൂർ ചരിത്ര കോൺഗ്രസ് ഉദ്ഘാടനത്തിനിടെ തനിക്കെതിരെയുണ്ടായ വധശ്രമത്തിൽ കേസെടുക്കാത്തത് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതുകൊണ്ടാണ്. സർവകലാശാല ഭരണത്തിൽ ഇടപെടില്ല എന്നറിയിച്ചുള്ള മുഖ്യമന്ത്രിയുടെ കത്തുകൾ നാളെ പുറത്തുവിടും. വധശ്രമത്തിന്റെ വീഡിയോ നാളെ പുറത്തുവിടുമെന്നും ഗവർണർ പറഞ്ഞു. Any attempt to intimidate or overawe the President of India or Governor is a cognizable offence. It does not need any reporting. Case will be registered automatically. If police has not registered the case, it is because the in charge of the Home Minister, who was Chief Minister, had specifically given them instructions not to report it. And I will show the video tomorrow. Tomorrow I am going to produce all the letters this Chief Minister has written. I am not going to talk about other things where he sought favors from me. That I am not going to talk. Sir, that I am not going to talk about. I am only going to talk about what he has written to me, assuring that there will be no interference in the functioning of the university. Now, instead of interference, they are trying to take control of the universities. So, I will produce everything. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ എന്തൊക്കെയാണോ ഗവർണർ പറഞ്ഞുവെച്ചത് ആ കാര്യങ്ങൾ ഒന്നുകൂടി ഇന്ന് പറഞ്ഞു വയ്ക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇതിന് രണ്ട് കാര്യങ്ങളിലാണ് ഗവർണർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഒന്ന്, കണ്ണൂരിലെ ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൽ തനിക്കെതിരെയുണ്ടായ കയ്യേറ്റ ശ്രമം, അത് വധശ്രമമാണ് എന്ന വാദത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. സംഭവം നടന്ന് വർഷങ്ങൾ കഴിയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഒരന്വേഷണവും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. ഇതിൽ അന്വേഷണം വേണ്ട എന്ന നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയാണ് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. ഗവർണർക്കെതിരായ കയ്യേറ്റം സ്വമേധയാ കേസെടുക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്റെ ജീവനക്കാർ അല്ലെങ്കിൽ രാജ്ഭവൻ സ്റ്റാഫ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പോലീസിനെ സമീപിക്കേണ്ട ആവശ്യമില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇക്കാര്യത്തിൽ ഗവർണറുടെ ഓഫീസ് പരാതി നൽകട്ടെ എന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാദം സഹതാപം മാത്രം അർഹിക്കുന്ന ഒന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ സ്റ്റാഫ്